അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു പ്രത്യേക ചരിത്രമാണ്, ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ചരിത്രമാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത ഓരോ അത്ഭുതങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം. شتات في شتات أتاك وأنت تخبر بالنوى. ഒരു രാജ്യം ഒന്നാകെ അടക്കി ഭരിച്ചിരുന്നതായിരുന്നു മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിലുപരി അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ഒരു നബിയും കൂടെ ആയിരുന്നു. എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അത്ഭുതങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് മന്തിഖത്തൈർ, പക്ഷി പറവകളുടെ സംസാര ഭാഷ അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബിക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തേത് അതായത് കാറ്റുകളെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ മൂന്നാമത്തേത് മുങ്ങൽ വിദഗ്ധരും നിർമ്മാണ വിദഗ്ധരുമായ ശൈത്താനുകളെയും ജിന്നുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബിക്ക് നിയോഗിച്ചു കൊടുത്തിട്ടുണ്ട്, അതായത് അവരെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു രാജാവായാൽ പോലും എവിടെ ഇരുന്നാലും ഏത് കാര്യങ്ങളും നടക്കും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. കാരണം തൻ്റെ അടിമകളായ ജിന്നുകളോടോ എന്ത് പറഞ്ഞാലും അവരെല്ലാം അതിനനുസരിച്ച് ചെയ്യുമായിരുന്നു. ഒരുപാട് പടയാളികൾ ജിന്നുകൾ മാത്രം ഒരുപാട് കണക്കില്ലാത്ത ജിന്നുകളുണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കും, ജിന്നുകളെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയമുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നല്ല ജിന്നുമുണ്ട്, ചീത്ത ജിന്നുമുണ്ട്. നമ്മളെ മനുഷ്യരെ പോലെ തന്നെ അവർക്കും പാപങ്ങളുണ്ട്, അവർക്കും ഓരോ നന്മകളും ചെയ്യാനുള്ള അവസരവും അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, അവർക്ക് നമ്മളിൽ അപ്പുറമായിട്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നമുക്ക് സാധിക്കാത്ത ഓരോ ഉയരങ്ങളിലേക്കും അവർക്ക് എത്താൻ കഴിയും. അത് ജിന്നിൻ്റെ ഒരു വല്ലാത്ത പ്രത്യേകതയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു തീരുമാനമിട്ടിരുന്നത് ബൈത്തുൽ മുഖദ്ദസ് പണിയാൻ വേണ്ടി. എന്നാൽ ബൈത്തുൽ മുഖദ്ദസ് പണിയുന്ന സമയത്ത് അതിനു മുമ്പ് തറക്കല്ലിട്ടിരുന്നതും ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു. മരണം അടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ മകനായ സുലൈമാൻ നബിയോട് പറഞ്ഞിരുന്നു, മരണത്തിന് മുമ്പുള്ള വസിയത്തായിരുന്നു ഈ ബൈത്തുൽ മുഖദ്ദസ് പൂർണ്ണമായിട്ടും പണിയണമെന്ന്. ഈ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി സുലൈമാൻ നബി ജിന്നുകളുമായിട്ട് ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ജിന്നുകളുമായിട്ട് ഇറങ്ങിത്തിരിച്ച് ആ ബൈത്തുൽ മുഖദ്ദസ് പണിയാൻ വേണ്ടി തുടങ്ങി. എന്നാൽ ഒരു വർഷത്തോളം കാലയളവിൽ സുലൈമാൻ നബി ജിന്നുകളോട് കൽപ്പിക്കുകയും ചെയ്തു. റെസ്റ്റില്ലാതെ ജിന്നുകൾ പണിയാൻ തുടങ്ങി. എന്നാൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സുലൈമാൻ നബി പള്ളിയിൽ കയറിയാൽ 1-2 വർഷങ്ങൾ വരെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുമെന്ന് നമുക്ക് ചരിത്രത്തിലൂടെ പഠിക്കാൻ കഴിയും. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് മരണം എൻ്റെ അടുക്കൽ അടുത്തു എന്ന് സുലൈമാൻ നബിക്ക് ഒരു വിവരം അറിഞ്ഞു. എന്നാൽ മരിക്കുന്ന മുമ്പ് തൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് എല്ലാവർക്കും പോയി പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ഒരു ജിന്നുകൾ പോലും എൻ്റെ മരണം അറിയരുത് എന്ന്. കാരണം അങ്ങനെ അറിഞ്ഞാൽ ജിന്നുകൾ ആ കെട്ടിടത്തിൻ്റെ പണി നിർത്തിവെക്കുകയും പിന്നെ മരണം അടുത്ത് എന്നറിഞ്ഞപ്പോൾ ഓടിപ്പോയി കുളിക്കുകയും പൂർണ്ണമായിട്ടും വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് കയറുകയും ചെയ്തു. എന്നാൽ ആ പള്ളിയുടെ പ്രത്യേകത, ആ പള്ളിയിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോളിൽ കൂടെ ആയിരുന്നു ജിന്നുകളെല്ലാം വന്ന് എത്തി നോക്കുന്നത്. എന്തിനാണെന്നാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴെങ്കിലും ശ്രദ്ധക്കേടായിട്ടിരുന്നാൽ അവർക്ക് പണി നിർത്തി ഇത്തിരിയെങ്കിലും റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഇരുന്ന നേരത്താണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന ഒരവസരം, അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസരം. ആ സമയത്ത് കയ്യിൽ ഒരു വടിയും ഉണ്ടായിരുന്നു. ആ വടിയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വടിയിലേക്ക് ഒരുപാട് താങ്ങി നിന്നു. എന്നാൽ സുലൈമാൻ നബി ആരാധിക്കുന്നിടയിൽ തന്നെ ഈ ലോകത്തിൽ നിന്നും വഫാത്തായി എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ പഠിക്കാൻ കഴിയും. എന്നാൽ വഫാത്തായിട്ട് ഈ ജിന്നുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ജനങ്ങൾ വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, ജിന്നുകൾക്ക് മറഞ്ഞ കാര്യം അറിയാം, ജിന്നുകൾക്ക് അത്ഭുതകരമായ കാര്യം അറിയാമെന്ന് അവർ ധരിച്ചിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകം ദുആ ചെയ്തിരുന്നു, അള്ളാഹുവേ, എൻ്റെ വഫാത്ത്
ഈ ജിന്നുകൾ ഒരിക്കലും അറിയരുത്, അവർ ആ കെട്ടിടം പൂർത്തിയാക്കുന്നത് വരെ എൻ്റെ മരണം അവരറിയരുത്. ഇതിലൂടെ ഈ സുലൈമാൻ നബി ഉദ്ദേശിച്ചത് ആ ജനങ്ങൾക്ക് ഈ ഒരു സംശയം തീർക്കുവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഒരു കഴിവ് ജിന്നുകൾക്കില്ല. ജിന്നുകൾ ആ ഒരു കഴിവ് വെച്ച് ഒരിക്കലും അഹങ്കരിക്കേണ്ട എന്ന് സുലൈമാൻ നബി അവിടെ ആഗ്രഹിച്ചിരുന്നു. ആ ദുആ ചെയ്യലോടുകൂടി, ആ നൃത്തത്തോടു കൂടി, ആരാധനയിൽ തന്നെ നിന്നുകൊണ്ട് അവിടെ നിന്നും ഈ സുലൈമാൻ നബി വഫാത്താകുന്നു. എന്നാൽ ഈ മരണം ആരായിരുന്നു അറിഞ്ഞത് എന്ന് ചോദിച്ചാൽ, ആ വടിയും പിടിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ചെതല് ഭക്ഷിക്കാൻ തുടങ്ങി ആ വടി. എന്നാൽ ആ വടി ചെതല് ഭക്ഷിക്കുമ്പോൾ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നേരത്തും അവിടെ നിൽക്കുകയായിരുന്നു. ഇത് ഭക്ഷിച്ച് ആ വടി ഒടിയുകയും സുലൈമാൻ നബി താഴേക്ക് വീഴുകയും ചെയ്തു. വഫാത്തായ സമയത്ത് ജനങ്ങളും ജിന്നുകളൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ആ കമ്പിൽ താങ്ങിയിരുന്ന് ഒരുപാട് നാളുകൾ, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിതലുകളെ കൊണ്ട് ആ വടി ഭക്ഷിപ്പിക്കുകയും ആ വടി ഒടിയുകയും നിലംപതി താഴേക്ക് വീഴുകയും ചെയ്തു. അപ്പോഴാണ് ജിന്നുകൾ വന്ന് നോക്കിയപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഉത്തരം നൽകി ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയ കാര്യം അവരറിയുന്നത്. എന്നാൽ അവിടെ ഒരു പാഠമുണ്ടായിരുന്നു ജിന്നുകൾക്ക്. അവർക്ക് മറഞ്ഞ ഒരു കാര്യങ്ങൾ പോലും ഉറപ്പിക്കാൻ കഴിയില്ല. അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുലൈമാൻ നബിയുടെ ആ ദുആയും സ്വീകരിച്ചു എന്നുള്ളതാണ്. ലോകം മുഴുവനും ഒറ്റുനോക്കിയ ഒരു മരണമായിരുന്നു. എല്ലാവർക്കും അതൊരു അത്ഭുതവും കൂടെയായിരുന്നു. ജിന്നുകളാവട്ടെ ശൈത്താനുകളാവട്ടെ എല്ലാവർക്കും ഒരു പേടിയുമായിരുന്നു മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇതൊക്കെ നമ്മൾ അറിയണം. നമ്മൾ എത്രയൊക്കെ പൊക്കത്തിലാണെങ്കിലും നമ്മുടെ മരണം നിശ്ചയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലത്തെ ഒരുപാട് നബിമാരെ ചരിത്രം നമുക്ക് പഠിക്കുവാനും ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.